Alhamdulillah, wassalatu wassalamu ala rasulillah wa ala alihi al-faizina biridallah, amma ba'd. Fa'a'udhu billahi minash shaitanir rajim. Bismillahir rahmanir rahim. Innaka la'ala khuluqin adhim. Ya Rabbi bil Mustafa balligh maqasidana waghfir lana ma malla ya wasi'al karami wa ala ummati sayyidina wa maulana Muhammad. പ്രിയമുള്ള സഹോദര സഹോദരിമാരെ, ആഴ്ചതോറും നടത്തി വരാറുള്ള മതപഠന ക്ലാസ്സിലാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അല്ലാഹു തആല നാം ഈ ഒരുമിച്ച് കൂടിയതുപോലെ നമ്മെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകളെയും അവന്റെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. വർഷങ്ങളായി നമ്മൾ ഈ ക്ലാസ് നടത്തിക്കൊണ്ടുവരുന്നു. ആദ്യകാലങ്ങളിലൊക്കെ മുടങ്ങാതെ പങ്കെടുത്തിരുന്ന പല സഹോദരന്മാരും സഹോദരിമാരും ഇന്ന് നമ്മളോടൊപ്പമില്ല. പ്രത്യേകിച്ച് ഈ പള്ളിക്ക് ചുറ്റും മറവട്ട് കിടക്കണം മുഅ്മിനീങ്ങളടക്കം അല്ലാഹുവേ, അവർക്കൊക്കെ നീ മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അവരെയും ഞങ്ങളെയും നിന്റെ സ്വർഗ്ഗത്തിൽ നീ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഇൻഷാ അല്ലാഹ് സ്വൽപ്പനേരം നമുക്ക് കഴിഞ്ഞ ആഴ്ച പറഞ്ഞതായ വിഷയത്തിന്റെ ബാക്കി സൽസ്വഭാവത്തെ കുറിച്ചാണ് നാം ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. സൽസ്വഭാവത്തെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹദീസുകളിലൂടെ പറഞ്ഞതും മഹത്തുക്കളായ ആളുകൾ അതിനെക്കുറിച്ച് പറഞ്ഞ മഹൽ വചനങ്ങളുമാണ് നാം ചർച്ച ചെയ്തത്. ഒരുപാട് കാര്യങ്ങൾ അതുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മൾ എല്ലാ ആഴ്ചയും ഈ ക്ലാസ് ഉള്ളത് കൊണ്ട് ഒന്നോ രണ്ടോ സ്വഭാവ സംസ്കരണത്തിന്റെ ഹദീസും ആയത്തും പറഞ്ഞു നിർത്തി മറ്റു വിഷയങ്ങളിലേക്ക് പോവാതെ ഈ സ്വഭാവവുമായി ബന്ധപ്പെട്ട് ഈ കിതാബിൽ പറഞ്ഞ എല്ലാ ഹദീസുകളും നമ്മൾ ഇവിടെ ചെറിയ രീതിയിൽ ചർച്ച ചെയ്യുകയാണ്. കാരണം മഹാന്മാർ അവരുടെ കിതാബുകളിൽ ഇത്രത്തോളം ഹദീസുകൾ, മഹൽ വചനങ്ങൾ, സ്വഭാവ സംസ്കരണത്തെക്കുറിച്ച്, നല്ല സ്വഭാവത്തെക്കുറിച്ച് നമ്മളോട് പറയുമ്പോൾ അത്രത്തോളം അത് മഹത്വമുള്ളതാണ് എന്ന് മനസ്സിലാക്കി ധാരാളം വചനങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ സ്വഭാവത്തിലും ഈ ഒരു രീതി കൊണ്ടുവരാനും നമ്മുടെ ജീവിത ശൈലിയിൽ അത് മാറ്റം വരുത്താനും ഒക്കെ അത് പ്രേരകമാകും. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കപ്പെട്ടു, വഖീല, നബി തങ്ങളോട് ചോദിക്കപ്പെട്ടു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അയ്യുൽ മുഅ്മിനീന അഫ്ളലു ഈമാനൻ, ഈമാൻ കൊണ്ട് വിശ്വാസം കൊണ്ട് ഏറ്റവും ശ്രേഷ്ഠരായിട്ടുള്ള ആളുകൾ ആരാണ് മുഅ്മിനീങ്ങളിൽ വെച്ച്? ഈമാനിനാൽ മുഅ്മിനീങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠരായ ആളുകൾ ആരാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ ചോദിച്ചു. ഖാല, അപ്പോൾ നബി തങ്ങൾ അതിന് മറുപടി പറഞ്ഞത്, അഹ്സനുഹും ഖുലുഖാ, അവരിൽ ആരാണോ ഏറ്റവും നല്ല സ്വഭാവമുള്ള ആളുകൾ അവരാണ് ഈമാൻ കൊണ്ട് ഏറ്റവും ഉന്നതരായ മുഅ്മിനീങ്ങൾ എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഅ്മിനീങ്ങൾക്ക് വിവിധങ്ങളായ പദവികളുണ്ട്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഅശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന കലിമത്തു തൗഹീദ് അംഗീകരിക്കുന്ന എല്ലാവരും മുഅ്മിനീങ്ങളാണ്, ഈമാനുള്ളവരാണ്. എന്നാൽ എല്ലാവരും ഒരേ സ്ഥാനത്തും കാറ്റഗറിയിലും ഉള്ള ആളുകളല്ല. ഇപ്പൊ പ്രവാചകന്മാര് തന്നെ നമുക്കറിയാം, ഉലുൽ അസ്മ് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്, മുർസലീങ്ങൾ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്, നബിമാർ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. ഇതിൽ ഏറ്റവും ശ്രേഷ്ഠരായ ആളുകളാണ് ഉലുൽ അസ്മുകൾ. അവർ 5 പേരാണ്. ബാക്കി 313 മുർസലീങ്ങളാണ്. ബാക്കിയുള്ള ആളുകളെല്ലാം നബിമാരാണ്. സ്ഥാനങ്ങളിൽ ഇവർക്ക് വ്യത്യാസങ്ങളുണ്ട്. സ്വഹാബത്തുൽ കിറാം അങ്ങനെ തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ പറഞ്ഞല്ലോ, ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈമാൻ ഒരു തുലാസിൽ വെച്ചുകൊണ്ട് നമ്മൾ തൂക്കി, ബാക്കി സ്വഹാബാക്കളടക്കം അന്ത്യനാൾ വരെ വരുന്ന എല്ലാ മുഅ്മിനീങ്ങളുടെ ഈമാനും തുലാസിന്റെ മറുതട്ടിൽ വെച്ച് തൂക്കിയാലും ഏറ്റവും കനം തൂങ്ങുന്നതായ തട്ട് അത് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ തന്നെയായിരിക്കും. അത് അത്രയും കട്ടിയുള്ള ഈമാനാണ്. അല്ലാഹു തആല അവരൊക്കെ ബറക്കത്ത് കൊണ്ട് നമുക്കും ഈമാനികമായ ഖുവത്ത് നൽകുമാറാവട്ടെ. ഈമാൻ ഊരി പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്.
കഴിഞ്ഞ വെള്ളിയാഴ്ച സൂചിപ്പിച്ചതുപോലെ രാവിലെ വിശ്വാസികളായിരിക്കും, വൈകുന്നേരമാകുമ്പോൾ അവിശ്വാസികളാകും. വൈകുന്നേരം അവിശ്വാസികളാണെങ്കിൽ രാവിലെ വിശ്വാസികളാവും. ഈ രീതിയിൽ ഈമാനിനെ ഊരപ്പെടുന്ന ഒരു കാലഘട്ടം അന്ത്യനാളിനോടടുത്ത് വരും എന്ന് നബി തങ്ങൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെയൊക്കെ കാലം അതാണോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ ഈമാനിന്റെ പൂർണ്ണത, ഈമാനിനാൽ ഏറ്റവും ഉന്നതരായിട്ടുള്ള ആളുകൾ, വിവിധ തട്ടുകളിലുള്ള ഈമാനിന്റെ ആ സ്ഥാനങ്ങളിൽ ഉന്നതരായിട്ടുള്ള ആളുകൾ, അവർ നിങ്ങളിൽ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ നബി തങ്ങൾ അതിന് മറുപടി കൊടുത്തത്, നിങ്ങളിൽ ഏറ്റവും ഉത്തമരായിട്ടുള്ള സ്വഭാവം അഹ്സനുഹും ഖുലുഖാ, അവരിലാരാണോ ഏറ്റവും കൂടുതൽ നല്ല സ്വഭാവത്തിനുടമകളായിട്ടുള്ളവർ അവരാണ് ഏറ്റവും ഉത്തമർ എന്ന് നബി തങ്ങൾ മറുപടി പറഞ്ഞു. തീർന്നില്ല, ഇനി ഒരു ഹദീസ് നബി തങ്ങൾ പറയാണ്, ഇന്നകും ലം തസഉ ഇന്നഹും ലൻ തസഉ الناس بأموالكم فسعوهم ببسط الوجه وحسن الخلق. നിശ്ചയം സമ്പത്ത് നൽകിക്കൊണ്ട് എല്ലാ ജനങ്ങളെയും നിങ്ങൾക്ക് സഹായിക്കാൻ കഴിയില്ല. സമ്പത്ത് നൽകിക്കൊണ്ട് എല്ലാ ആളുകളെയും സഹായിക്കാൻ കഴിയില്ല. കാരണം എല്ലാവർക്കും സമ്പത്തുണ്ടായിക്കൊള്ളണമെന്നില്ല, കുറച്ചു പേർക്കല്ലേ സമ്പത്തുണ്ടാവുകയുള്ളൂ. അതിനാൽ നിങ്ങൾക്ക് മുഖപ്രസന്നതയും സൽ സ്വഭാവവും കൊണ്ട് നിങ്ങൾ ജനങ്ങളോട് വിശാലത കാണിക്കുക. സമ്പത്ത് കൊണ്ട് നമുക്ക് സഹായിക്കാൻ കഴിയില്ലേ? ഒരു മനുഷ്യനെ കാണുമ്പോൾ നീ ഒന്ന് ചിരിക്കാൻ ശ്രമിക്കുക, ഒരു മുഖപ്രസന്നത കാണിക്കുക. നിന്റെ മുഖത്തേക്ക് നോക്കിയാൽ ഒരു ഈർഷ്യത തോന്നാത്ത, ഒരു സന്തോഷം തോന്നുന്ന മുഖഭാവം നിന്റെ മുഖത്ത് നീ വരുത്തുക മറ്റൊരാൾക്ക് വേണ്ടി. അത് നീ അവനോട് കാണിക്കുന്ന വളരെ വിശാലമായ ഒരു സ്വഭാവമാണ്. അതുപോലെ തന്നെ നീ നല്ല സ്വഭാവത്തോടുകൂടെ പെരുമാറുകയും ചെയ്യുക. ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇമാം ത്വബറാനി ഉദ്ധരിക്കുന്ന സ്വഹീഹായ ഹദീസ്. ഇനി ഒരാൾക്ക് ചീത്ത സ്വഭാവമാണ് നോക്കുക, അതിന് നബി തങ്ങൾ ഉപമിച്ചതായ ഉപമ ഇമാം ബൈഹഖി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. സൂഉൽ ഖുലുഖി, ചീത്ത സ്വഭാവം എന്ന് പറയുന്നത് അത് യുഫ്സിദുൽ അമല, അത് സൽക്കർമ്മങ്ങളെ അത് നശിപ്പിക്കും, ഫസാദാക്കി കളയും. ഏതുപോലെ? കമാ യുഫ്സിദുൽ ഖല്ലു അൽ അസൽ, സുർക്ക അത് തേനിൽ വീണാൽ ആ സുർക്ക തേനിനെ നശിപ്പിക്കുന്നത് പോലെ, കുറച്ചാണെങ്കിലും ഒരു സ്വൽപ്പം സുർക്ക ഒരു തേനിൽ വീണ് കഴിഞ്ഞാൽ പിന്നെ അത് ഉപയോഗിക്കാൻ പറ്റില്ല. എന്നതുപോലെ തന്നെ ധാരാളം സൽക്കർമ്മങ്ങളുണ്ട്. ആ സൽക്കർമ്മങ്ങളിൽ നിങ്ങൾക്ക് ചീത്ത സ്വഭാവം ഉണ്ടെങ്കിൽ ചീത്ത സ്വഭാവം സൽക്കർമ്മത്തെ നശിപ്പിച്ച് കളയും എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരിമാരെ ശ്രദ്ധിക്കുക, നമ്മൾ കഴിഞ്ഞ ആഴ്ച മുതൽ പറയാൻ തുടങ്ങിയ ഹദീസുകളാണ് സ്വഭാവത്തെ കുറിച്ച്. എന്തോരം ഹദീസുകളാണ്, ഒരുപാട് വിഷയങ്ങൾ അല്ലാഹുവിന്റെ ഹബീബ് നമ്മളോട് പഠിപ്പിച്ചു തരുന്നത് അതിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ഇന്നക മ്രുഉൻ ഖദ ഹസ്സനല്ലാഹു ഖൽഖക ഫഹസ്സിൻ ഖുലുഖക, അല്ലാഹു തആല നിന്റെ രൂപത്തെ ഭംഗിപ്പെടുത്തി, അതുകൊണ്ട് നിന്റെ സ്വഭാവത്തെ നീ നന്നാക്കണം എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം, ഏറ്റവും നല്ല രൂപത്തിലാണ് മനുഷ്യനെ നാം സൃഷ്ടിച്ചിട്ടുള്ളത്. അല്ലാഹു പറയാണ്, രൂപം അല്ലാഹു നന്നാക്കിയെങ്കിൽ ആ രൂപത്തിന്റെ ആ ക്വാളിറ്റിയിൽ അവന്റെ പ്രവർത്തനവുമാക്കി തീർക്കണം. അത് മനുഷ്യ, അത് നിന്നിൽ അർപ്പിതമാണ്. നിന്റെ സ്വഭാവം നീ നന്നാക്കിയെടുക്കണം എന്ന് നബി തങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റവും കൂടുതൽ ദുആ ചെയ്യാറുണ്ടായിരുന്ന ഒരു ദുആയായിരുന്നു, അല്ലാഹുമ്മ ഹസ്സൻത ഖൽഖി ഫഹസ്സിൻ ഖുലുഖി, പടച്ചവനെ നീ എന്നെ നല്ല രൂപത്തിൽ രൂപാന്തരപ്പെടുത്തി, അതേപോലെ എന്റെ സ്വഭാവവും നീ നല്ലതാക്കണമേ. നബി തങ്ങൾ എപ്പോഴും ദുആ ചെയ്യാറുണ്ടായിരുന്നു എന്നാണ്. മറ്റൊരു ഹദീസിൽ കാണാം, അല്ലാഹുവിന്റെ റസൂൽ പറയാറുണ്ടായിരുന്നു, അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നി അസ്അലുക സിഹ്ഹത വൽ ആഫിയ, തീർച്ചയായും നിന്നോട് ഞാൻ ആരോഗ്യത്തെ ചോദിക്കുന്നു. ആരോഗ്യം അത് വലിയ ഒരു തൗഫീഖാണ്. അല്ലാഹു തആല അതൊക്കെ നമുക്ക് പ്രദാനം നൽകുമാറാവട്ടെ.
ആരോഗ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ജിമ്മിൽ പോയി ഒരുപാട് മസിലൊക്കെ പൊങ്ങി കിട്ടണ അതല്ല. ആരോഗ്യം എന്ന് പറഞ്ഞാൽ അതിന്റെ ഡെഫിനിഷൻ രോഗമില്ലാത്ത അവസ്ഥ എന്നാണ്. തടി ഉണ്ടാവുക, കാണാൻ കുറെ ഭംഗി ഉണ്ടാവുക എന്നൊന്നുമല്ല. രോഗമില്ലാത്ത അവസ്ഥക്കാണ് ആഫിയത്ത്, സിഹത്ത് എന്നൊക്കെ പറയാം. ഈ ഒരു അവസ്ഥക്ക് വേണ്ടി അല്ലാഹുവിന്റെ റസൂൽ അല്ലാഹുവിനോടൊപ്പം ദുആ ചെയ്യാറുണ്ടായിരുന്നു. അല്ലാഹുമ്മ ഇന്നി അസ്അലുക സിഹ്ഹത വൽ ആഫിയ, എനിക്ക് ആരോഗ്യം നൽകണേ അല്ലാഹ്. അതേപോലെ വഹുസ്നുൽ ഖുലുഖി, സൽ സ്വഭാവം അല്ലാഹുവേ എനിക്ക് നീ നൽകണമേ എന്ന് പറഞ്ഞുകൊണ്ട് നബി തങ്ങൾ ദുആ ചെയ്യാറുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബഹുമാനപ്പെട്ട ബറാ ഇബ്നു ആസിഫ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഇങ്ങനെ നബി തങ്ങളുടെ ജീവിതത്തിലുടനീളം സ്വഭാവം നന്നാക്കാൻ വേണ്ടി അല്ലാഹുവിനോട് ദുആ ചെയ്തതുകൊണ്ട് തന്നെ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഹ്സനുൻ നാസി വജ്ഹൻ വ അഹ്സനുഹും ഖുലുഖാ, ഏറ്റവും നല്ല ഭംഗിയുള്ള ആളാണ് നബി തങ്ങൾ, ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമയുമാണ് ഹബീബ് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അത്രയും മഹത്വമുള്ള ഒരു പദവിയാണ് എന്നാണ് ഖുർആൻ തന്നെ ഒരു ഭാഗത്ത് പറയുന്നുണ്ടല്ലോ, നബിയെ അങ്ങ് പരിക്കൻ സ്വഭാവത്തിന്റെ ഉടമകളായിരുന്നുവെങ്കിൽ അങ്ങ് പറയുന്നതൊന്നും ജനങ്ങൾ കേൾക്കാൻ നിൽക്കാതെ അങ്ങടെ ചുറ്റും നിന്നും ആളുകളൊക്കെ നീങ്ങിപ്പോകുമായിരുന്നു എന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് അല്ലാഹു പറഞ്ഞ ഒരു സംഭവം ഖുർആനിൽ കാണാം. സൽസ്വഭാവം നമ്മളിൽ എല്ലാവർക്കും വേണം. ആളുകളെ ആകർഷിപ്പിക്കാനും നേതൃപ്രസ്ഥാനത്തിരിക്കുന്ന ആളുകൾക്ക് വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ് സൽസ്വഭാവം. പല ആളുകളോടും ഇടപെടുമ്പോഴും സംസാരിക്കുമ്പോഴും ഒരു വിഷയം നമ്മൾ ചർച്ച ചെയ്യുമ്പോഴും അതിലൊക്കെ ആളുകൾക്കനുസരിച്ച് ചിലപ്പോൾ നമ്മൾ മിണ്ടാതെ പോകേണ്ട കേസാണെങ്കിൽ മിണ്ടാതെ പോവാനും, അധിക നേരം നിന്ന് സംസാരിച്ചാൽ വഷളാകുന്ന കേസാണെങ്കിൽ ആ രീതിയിലും ഒക്കെ ആ ഒരു സാഹചര്യത്തിനും സന്ദർഭത്തിനും അനുസരിച്ച് കൈകാര്യം ചെയ്യാനും ഒക്കെ ഉള്ള ഒരു പാഠവും, ഒരു നേതൃത്വ പാഠവും നേതാക്കന്മാർക്ക് വേണം. അവർക്ക് വളരെ അത്യന്താപേക്ഷിതമായ ഒരു ഘടകമാണ് സൽ സ്വഭാവം എന്ന് പറയുന്നത്. നബി തങ്ങൾ ഏറ്റവും ഭംഗിയുള്ള ആളാണ്, ഏറ്റവും സൽ സ്വഭാവമുള്ള ആളുമാണ്. അതേപോലെ തന്നെ ഈ സൽ സ്വഭാവം നബി തങ്ങൾക്ക് ഉണ്ടാവാൻ വേണ്ടി എപ്പോഴും അല്ലാഹുവിനോട് നബി തങ്ങൾ ദുആ ചെയ്യാറുണ്ടായിരുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ദുആകളിലും നമ്മൾ ഉൾപ്പെടുത്തണം. അല്ലാഹുവേ എന്റെ സ്വഭാവം നീ നന്നാക്കി തരണേ എന്ന്. അല്ലാഹുവേ ഞങ്ങളെ എല്ലാവരുടെയും സ്വഭാവങ്ങൾ നീ നന്നാക്കി തരണേ അല്ലാഹ്. നിന്റെ ഹബീബ് പഠിപ്പിച്ച ഹദീസിന്റെ വചനങ്ങളിലൂടെ സ്വഭാവത്തിന്റെ മഹത്വകരമായ സ്ഥാനത്തെ കുറിച്ച് ഞങ്ങൾ കേട്ടു, ഞങ്ങൾ പറഞ്ഞു. ഈ ഒരു അവസ്ഥ, ഈ ഒരു രീതി ഞങ്ങളുടെ ജീവിതത്തിലും തന്ന് സൽ സ്വഭാവികളിൽ ഞങ്ങളെ എല്ലാവരെയും നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. നമുക്ക് ദുആ ചെയ്യാം. ഇനിയൊരു സംഭവം കാണാം. ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. മഹാൻ പറയുകയാണ്, കറമുൽ മുഅ്മിനി, ഒരു വിശ്വാസിയുടെ മാന്യത എന്ന് പറയുന്നത്, ഒരു മുഅ്മിനിന്റെ കറം, ബഹുമാനം, അതെന്താണ്? അത് ദീനുഹു, അവന്റെ മതനിഷ്ഠയാണ്. മതനിഷ്ഠ ഉണ്ടോ ഒരാൾക്ക് എങ്കിൽ അവനക്ക് മാന്യത ഉണ്ടാകും. അവൻ എല്ലാവരും പറയുന്ന പോലെ അവന്റെ നാവ് ചലിക്കൂല. ഇപ്പൊ നമ്മൾ പറയാറുണ്ടല്ലോ മാർക്കറ്റ് ഭാഷ, അത് മോശമായതുകൊണ്ടല്ല, അവിടെ പ്രയോഗിക്കുന്ന ചില പ്രയോഗങ്ങളുണ്ട്, അത് നമുക്ക് പറയാൻ പറ്റൂല. മാർക്കറ്റിൽ പോകുന്ന എല്ലാ ആൾക്കാരും മോശമെന്നല്ല, ചിലപ്പോ അങ്ങനെ പറയേണ്ടി വരും. അറിവില്ലാത്തവരുടെ ദീൻ വേണ്ടതുപോലെ ഇല്ലാത്ത ആളുകൾക്ക് ഒരു സംസ്കാരമുണ്ട് ഭാഷയിൽ. അപ്പൊ കറമുൽ മുഅ്മിനി, ഒരു മുഅ്മിനിന്റെ മാന്യത എന്ന് പറയുന്നത് ദീനുഹു, അവന്റെ മതനിഷ്ഠയാണ്. നബി തങ്ങൾ പഠിപ്പിക്കുകയാണ്. വഹസബുഹു, അവന്റെ തറവാട് എന്ന് പറയുന്നത് കുടുംബം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു മനുഷ്യന്റെ ഹസബ് എന്ന് വെച്ചാൽ അവന്റെ കുലമഹിമ. ഒരു സ്ത്രീയെ നമ്മൾ വിവാഹം അന്വേഷിക്കുമ്പോ, ഒരു ചെക്കനെ നമ്മളെ മോൾക്ക് വേണ്ടി നമ്മൾ അന്വേഷിക്കുമ്പോ അവിടെ 4 കാര്യം സാധാരണ നോക്കാറുണ്ട് എന്ന് പറയുന്നുണ്ടല്ലോ. ദീനുഹു, ഒന്ന് ഇതാ തുൻകഹുൽ മർഅതു ലിഇംറഅത്തിൻ ലിമാലിഹാ വലിജമാലിഹാ വലിഹസബിഹാ വലിദീനിഹാ, സമ്പത്തിന് വേണ്ടി, അവരുടെ തറവാടിന് വേണ്ടി എന്ന് പറയാറുണ്ട്.
എന്താണ് ഈ തറവാട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതാണ് ഈ ഹദീസിലൂടെ നബി തങ്ങൾ വിശദീകരിക്കുന്നത്. തറവാട് എന്നതുകൊണ്ടുള്ള ഉദ്ദേശം ഹുസ്നു ഖുലുഖിഹി, അവന്റെ സൽസ്വഭാവമാണ് എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സാധാരണ നമ്മൾ പ്രയോഗിക്കാറുണ്ടല്ലോ, ഒരു തറവാട്ട് പറഞ്ഞ ആളൊന്നും ഇങ്ങനെ പറയില്ല എന്ന് പറയാറില്ലേ? ഒരു നാടൻ ചൊല്ലുണ്ടല്ലോ, തറവാട്ട് പറഞ്ഞ ആരും ഇങ്ങനെ ചെയ്യൂല, തറവാട്ട് പറഞ്ഞ ആരും ഇങ്ങനെ പറയൂല എന്ന് പറയാറുണ്ട്. അപ്പൊ തറവാട്ടിൽ പിറന്നു എന്നതിന്റെ, തറവാട് എന്ന ഒരു മഹത്വം ഒരാൾക്ക് കൊടുക്കണമെങ്കിൽ അത് അയാളുടെ സ്വഭാവവുമായി ബന്ധപ്പെട്ടതാണ് എന്നാണ് ഈ ഹദീസിലൂടെ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചില കുടുംബങ്ങളിലേക്ക് ചെന്നാൽ, ചില വീട്ടിലേക്ക് ചെന്നാൽ നമുക്ക് കിട്ടുന്നതായ റെസ്പെക്ട്, നമുക്ക് കിട്ടുന്നതായ ആദരവ്, അവർ നമ്മളോട് ഇടപഴകുന്നതായ ആ രീതി, അതൊക്കെ മനസ്സിലാക്കി ആ കുടുംബത്തെയും അവരുടെ സംസ്കാരത്തെയും അവരുടെ തറവാടിനെയൊക്കെ വിലയിരുത്താം ഈ ഹദീസ് വ്യാഖ്യാനിച്ച് മഹാന്മാര് പറയുന്നതായി കൊണ്ട് കാണാം. നമ്മുടെ ശത്രുവാണെങ്കിൽ പോലും, നമ്മളോട് ഒരുപാട് എതിരുള്ള ആളുകളാണെങ്കിൽ പോലും നമ്മുടെ വീട്ടിലേക്ക് കയറി വന്നാൽ അവനോട് ഇരിക്കാൻ പറയുകയും അവനോട് മാന്യമായി പെരുമാറുകയും ചെയ്യുക എന്നുള്ളത് അത് തറവാട് മഹിമയുള്ള ഒരാൾക്കേ കഴിയുള്ളൂ. വീട്ടിൽ വന്ന അതിഥിയോട് നല്ല രീതിയിൽ പെരുമാറുക എന്നുള്ളത് ആ മനുഷ്യന്റെ സ്വഭാവ മഹിമയുടെ ഒരു ലക്ഷണമാണ്. തറവാടിന്റെ മഹത്വം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സൽസ്വഭാവമാണ്. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുകയാണ്, യാതൊരു അർത്ഥശങ്കക്കൂടെയില്ലാതെ. അതുകൊണ്ട് ഉമ്മമാരെ നമ്മളൊക്കെ ശ്രദ്ധിക്കുക. ഇത്തരത്തിലൊക്കെയുള്ള ഹദീസൊക്കെ കേട്ടും പഠിച്ചൊക്കെ ഉള്ള ആളുകളായിരിക്കും നമ്മുടെ വീട്ടിലേക്ക് വരുന്നത്. അപ്പൊ അവരോട് നമ്മളെ പെരുമാറ്റ രീതിയും നമ്മുടെ ശൈലിയും നമ്മുടെ സ്വഭാവവും ഒക്കെ നല്ല രീതിയിലാക്കാൻ നമ്മളെല്ലാവരും ശ്രമിക്കണം. നമ്മളെ മക്കളെയും അത് നമ്മൾ പരിശീലിപ്പിക്കണം. വഹസബുഹു, ഒരു മനുഷ്യന്റെ കുലമഹിമ, തറവാടിന്റെ മഹത്വം എന്ന് പറയുന്നത് അത് ഹുസ്നു ഖുലുഖിഹി, സൽസ്വഭാവമാണ്. ഇനിയോ വമുറുഅതുഹു അഖലുഹു, ഒരു മനുഷ്യന്റെ മാന്യത എന്ന് വെച്ചാൽ ഖുലുഖുഹു അഖലുഹു, അവന്റെ ബുദ്ധിയാണ്. ബുദ്ധിയുള്ള ഒരു മനുഷ്യനെ മാന്യത ഉണ്ടാവുകയുള്ളൂ. സംസാരത്തിലാവട്ടെ, ഇടപഴകലിലാവട്ടെ, ഏത് രീതിയിലും ഒരു മാന്യത ഉള്ള മാന്യനാണ് എന്ന് നമ്മൾ പറയണമെങ്കിൽ അവന് ബുദ്ധി ഉണ്ടാവണം. ബുദ്ധിയുള്ള ആളുകൾക്കേ മാന്യതയുള്ളൂ. സൽസ്വഭാവമാണ് തറവാടിന്റെ മഹിമ എന്ന് പറയുന്നത്. ദീനാണ് ഒരു മനുഷ്യന് ലഭിക്കുന്നതായ ആദരവ് എന്ന് പറയുന്നത്. ഇത് മൂന്നും നിങ്ങളിൽ ഉണ്ടാവണേ, നിങ്ങളിൽ ഉണ്ടാക്കിയെടുക്കണേ. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്ദരമായ വചനങ്ങളാണ്. നമ്മുടെ കാലഘട്ടങ്ങളിൽ അനിവാര്യമായിട്ടുള്ള ഓർമ്മപ്പെടുത്തലുകളാണ്. സമൂഹത്തിൽ, കുടുംബങ്ങളിൽ, മക്കളിലൊക്കെ അന്യം നിന്നു പോകുന്നതായ യാഥാർത്ഥ്യങ്ങളാണ് ഇതൊക്കെ. അതുകൊണ്ട് ഈ വചനങ്ങൾ, ഈ ഹദീസുകൾ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പകർത്താൻ വേണ്ടി തയ്യാറാവണം. ഇനി ബഹുമാനപ്പെട്ട ഉസാമത്ത് ബിൻ ശരീഖ് റളിയല്ലാഹു അൻഹു പറയാണ്, അൻ ഉസാമത്ത് ബിൻ ശരീഖ് റളിയല്ലാഹു അൻഹു ഖാൽ ഷഹിദുൽ അആരിബു യസ്അലൂന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലൂന, ഞാൻ ഒരിക്കൽ കുറച്ച് അഅറാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വന്ന് ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് സാക്ഷിയായി, അഥവാ അഅറാബികൾ വന്ന് നബി തങ്ങളോട് ചോദിക്കുകയാണ്, ഞാൻ അവിടെയുണ്ട്. എന്താണ് ഈ അഅറാബികൾ വന്ന് ചോദിക്കുന്നത്? നബി തങ്ങളോട് ചോദിക്കുകയാണ്, നബിയെ, മനുഷ്യന് നൽകപ്പെട്ട വസ്തുക്കളിൽ ഏറ്റവും ഉത്തമമായത് ഏതാണ് നബിയെ? അഅറാബികളാണ്, സംസ്കാരശൂന്യരായ ആളുകളാണ്, വിദ്യാഭ്യാസവുമില്ല, കാടുകളിൽ വസിച്ച് ആളുകളുമായി അധികം ഇടപഴകാത്ത ആളുകളാണ്. അവർ വന്ന് നബിയോട് ചോദിക്കുന്നു, നബിയെ, മനുഷ്യന് നൽകപ്പെട്ട വസ്തുക്കളിൽ ഏറ്റവും ഉത്തമമായത് ഏതാണ്? ഖാല, അല്ലാഹുവിന്റെ റസൂൽ അവർക്ക് മറുപടി പറഞ്ഞു കൊടുക്കുന്നത്, ഖുലുഖുൻ ഹസൻ, നല്ല സ്വഭാവമാണ് അഅറാബികളെ, ജനങ്ങളെ. എത്ര ആളുടെ ചോദ്യത്തിന് നബി തങ്ങൾ ഹുസ്നുൽ ഖുലുഖ്, സൽസ്വഭാവം എന്ന് മറുപടി പറഞ്ഞു. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇന്നെ നമ്മുടെ ഹദീസ്,
ഈമാനിനാൽ ഏറ്റവും ഉന്നതരായ ആളുകൾ ആരാണ്? ഹുസ്നുൽ ഖുലുഖി, സൽസ്വഭാവമുള്ള ആളുകൾ. മനുഷ്യരിൽ വെച്ച് ഏറ്റവും ഉത്തമരായിട്ടുള്ള ആളുകൾ ആരാണ്? ഈ അഅറാബികളുടെ ചോദ്യത്തിന് അവിടെ നബി തങ്ങൾ മറുപടി പറഞ്ഞത് എന്താണ്? അവിടെയും ഹുസ്നുൽ ഖുലുഖി, സൽസ്വഭാവം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോട് മറുപടി പറഞ്ഞത്. എങ്കിൽ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണിത്, ഏറ്റവും മനസ്സിലാക്കേണ്ടതുമായ ഒരു ഭാഗമാണിത്. ഇനി ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് മഹാൻ പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സലാത്തു മൻ ലം തകുൻ ഫീഹി വാഹിദത്തു മിൻഹുന്ന ഫലാ തഅതദ്ദു ബിശൈഇൻ മിൻ അമലിഹി. മൂന്ന് കാര്യങ്ങൾ, അല്ലെങ്കിൽ ഈ മൂന്ന് കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ഒരാൾ ഇല്ല എങ്കിൽ അയാളുടെ സൽക്കർമ്മങ്ങളിലൊന്നും നിങ്ങൾ വില വെക്കേണ്ടതില്ല, അയാളുടെ നാട്യങ്ങളൊന്നും നിങ്ങൾ മുഖവിലക്കെടുക്കേണ്ടതില്ല. ഇനി പറയാൻ പോകുന്ന മൂന്ന് കാര്യം, ഈ മൂന്ന് കാര്യമല്ല, അല്ലെങ്കിൽ അതിലേതെങ്കിലും ഒന്നുപോലും ഒരാളിൽ ഇല്ല എങ്കിൽ അവന്റെ നാട്യങ്ങളിലോ അവന്റെ കാട്ടിക്കൂട്ടലുകളോ നിങ്ങൾ വില വെക്കേണ്ടതില്ല. ഏതൊക്കെയാണ് ആ മൂന്ന് കാര്യങ്ങൾ? മഹാൻ പറയുന്നത് തഖ്വ. നബി തങ്ങൾ പറയുകയാണ്, തഖ്വ തഹജുസുഹു അൻ മഅസില്ലാഹ്. അല്ലാഹുവിനെ ധിക്കരിക്കുന്നതിനെ തടയുന്ന നിലക്കുള്ള ഒരു ഭക്തി ഉണ്ടാവും മനുഷ്യന്. പക്ഷേ അല്ലാഹുവിനെ എതിര് ചെയ്യുന്നതിന് തടസ്സം നിൽക്കുന്ന രീതിയിലുള്ള ഒരു ഭക്തി ഒരാൾക്ക് ഉണ്ടാവണം. ഞാനൊരു കാര്യം ചെയ്യാണ്, ആരും കാണൂല, ഒറ്റക്കാണ്, ആരും എന്നെ അത് തടയാൻ അവിടെ ഇല്ല, ആ സാഹചര്യങ്ങളിൽ എനിക്കത് ചെയ്യാം എന്ന് വെച്ച് ഞാൻ അത് ചെയ്യുമ്പോ എനിക്ക് അവിടെ ഒരു ഭക്തി വരുന്നില്ല. തിന്മകൾ ചെയ്യുന്നതിന് തടയുന്ന രീതിയിലുള്ള ഭക്തി വേണം. ഒരു തിന്മ ചെയ്യാൻ ഒതുങ്ങുമ്പോ അല്ലാഹ് കാണുമല്ലോ എന്ന നിലക്ക് അതിൽ നിന്ന് പിന്മാറുന്ന ഒരു മനസ്സുള്ള ആളാവണം. നാട്ടുകാർ കാണൂലല്ലോ, എന്റെ അയൽക്കാർ കാണൂലല്ലോ, കുടുംബങ്ങൾ കാണൂലല്ലോ, ഇപ്പൊ ഞാൻ ഒറ്റക്കല്ലേ, അതുകൊണ്ട് എനിക്ക് ചെയ്യാലോ എന്ന് പറഞ്ഞ് തിന്മ ചെയ്യുന്ന ആളാണെങ്കിൽ അവൻ ഇങ്ങനെയുള്ള ഭക്തിയുള്ള ആളല്ല. അവൻ ചെയ്യുന്ന നന്മകൾ, അവൻ ചെയ്യുന്ന തിന്മകൾ, ആ തിന്മകളെ തടയുന്ന രീതിയിലുള്ള ഭക്തി അവന് വേണം. ഭക്തി കാരണം അവൻ തിന്മ ചെയ്യാതിരിക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ഇത് വല്ലാത്തൊരു വാക്യമാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരാൾ വന്ന് ചോദിച്ചു, നബിയെ, ഞാൻ മുസ്ലിം ആയിക്കോളാം. മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു ഈ ഹദീസ്. ഞാൻ മുസ്ലിം ആയിക്കോളാം, പക്ഷേ എനിക്കൊരു സ്വഭാവമുണ്ട്. പല ഹദീസും ഇതുമായി വന്നിട്ടുണ്ട്. എനിക്ക് കള്ളു കുടിക്കണം, അതേപോലെ എനിക്ക് വ്യഭിചരിക്കണം. ഇതിന് നിങ്ങൾ അനുമതി തന്നാൽ ഞാൻ മുസ്ലിം ആവാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഓക്കേ, നീ മുസ്ലിം ആവും, ഞാൻ അനുമതി തരാം. അദ്ദേഹം സന്തോഷത്തോടുകൂടെ പോവാണ്. അദ്ദേഹത്തിന്റെ ദുസ്വഭാവം മുസ്ലിമായാലും എനിക്ക് ചെയ്യാലോ എന്ന സന്തോഷത്തിൽ അയാൾ പോകുമ്പോ നബി തങ്ങൾ അദ്ദേഹത്തെ മാടി വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, സുഹൃത്തേ, നീ ചെയ്തോ, പക്ഷേ നീ ചെയ്യുന്നത് ആരും കാണാൻ പാടില്ല, കാണാത്ത രീതിയിൽ നീ ചെയ്യണം, ആരും കാണാത്ത രീതിയിലേ നീ ചെയ്യുന്ന തിന്മ ചെയ്യാവുള്ളൂ എന്ന് പറഞ്ഞു. അയാൾക്ക് സന്തോഷമായി. ആരും കാണാതെ രണ്ടെണ്ണം അടിച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ച് അയാൾ പോയി. അയാൾ ഉദ്ദേശിക്കുന്ന ആ തിന്മ ചെയ്യാൻ വേണ്ടി ആരുമില്ലാത്ത ഒരു സ്ഥലത്തേക്ക് പോയി. ഈമാൻ കിട്ടുമ്പോഴാണ് തഖ്വ വരുള്ളൂ. അദ്ദേഹം ആ തിന്മ ചെയ്യാൻ വേണ്ടി ഒരുങ്ങുമ്പോഴാണ് നബിതങ്ങളോട് ചെയ്തതായ കരാർ ഓർമ്മ വന്നത്. നബിതങ്ങൾ എന്താ പറഞ്ഞത്? ആരും കാണാതെ ചെയ്യണമെന്നല്ലേ? ഇവിടെ ആരുമില്ല, മനുഷ്യരാരുമില്ല, ജിന്നുകളാരുമില്ല, മലക്കുകളാരുമില്ലെന്ന് ആശ്വസിക്കാം. പക്ഷേ ആരുമില്ലെങ്കിലും എന്നെ കാണുന്ന എന്റെ ഒരു സൃഷ്ടാവുണ്ടല്ലോ, ഞാനിത് ചെയ്യാൻ അറിയുന്ന ഒരു രക്ഷിതാവുണ്ടല്ലോ, ആ റബ്ബിൽ നിന്ന് എനിക്ക് മാറി നിൽക്കാൻ കഴിയില്ലല്ലോ എന്ന ചിന്ത അയാളെ പിടികൂടി. അയാൾ ആ തിന്മയിൽ നിന്ന് മാറി പിറ്റേ ദിവസം നബി തങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് പറഞ്ഞു, നബിയേ, അല്ലാഹുവിന്റെ മുന്നിൽ നിന്ന് മറച്ചുകൊണ്ട് ഒരു തിന്മയും ചെയ്യാൻ എനിക്ക് കഴിയുന്നില്ല നബിയേ. ആ മനുഷ്യൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. നബി തങ്ങൾ അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുകയാണ്, ഈ തഖ്വ ഒരാൾക്ക് വേണം.
തിന്മ ചെയ്യാതിരിക്കാനുള്ള ഭക്തി, അതാണ് ഈ സ്വഹാബിക്കുണ്ടായത്. അല്ലാഹു തആല അങ്ങനെയുള്ള ഒരു ചിന്ത നമുക്കൊക്കെ പ്രദാനം നൽകുമാറാവട്ടെ. അപ്പൊ ഈ പറയുന്ന 3 കാര്യങ്ങളും ഒരാൾക്ക് വേണം. അതിൽ ഏതെങ്കിലും ഒന്നെങ്കിലും ഒരാൾക്ക് വേണം. ഇതൊന്നും ഒരാളിലില്ല എങ്കിൽ അവനെ മൈൻഡ് ചെയ്യേണ്ട, വിലവെക്കേണ്ടതില്ല എന്ന് നബി തങ്ങൾ പറഞ്ഞല്ലോ. അതിൽ ഒന്നാണ് ഇത്. ഇനി രണ്ടാമത്തെ നബി തങ്ങൾ പറയാണ്, അതേപോലെ വിവരമില്ലാത്ത ആളുകൾ, ആ വിവരമില്ലാത്ത ആളുകൾ എന്തെങ്കിലും പറയോ കാണിക്കുകയോ ചെയ്താൽ അതിൽ ക്ഷമിക്കാനുള്ള ഒരു വിവേകം. അറിവില്ലാത്ത ആളുകൾ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ അതൊരു വലിയ സംഭവമാക്കി എടുക്കാതെ അത് മൈൻഡ് ചെയ്യാതെ പോവാനുള്ള ഒരു മനസ്സ് അതൊരാൾക്കുണ്ടോ? അത് നല്ല ഒരു ലക്ഷണമാണ്. അതൊക്കെ നേതൃത്വ സ്ഥാനത്തിരിക്കുന്ന ആളുകൾ, ഉസ്താദുമാര്, കമ്മിറ്റി ഭാരവാഹികൾ, ഏതെങ്കിലും സംഘടനാ നേതാക്കന്മാരൊക്കെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമുക്കെതിരെ പലതും പറഞ്ഞുകൊണ്ട് നടക്കും ആളുകളുടെ വായ മൂട്ടിക്കെട്ടാനൊന്നും നമുക്കൊണ്ട് ആരെക്കൊണ്ടും പറ്റൂല. അവഗണിക്കേണ്ടതാണെങ്കിൽ അവഗണിക്കണം, മൈൻഡ് ചെയ്യാതെ വിടേണ്ടതാണെങ്കിൽ അങ്ങനെ വിടണം, ഒറ്റക്ക് പറഞ്ഞു കൊടുക്കേണ്ടതാണെങ്കിൽ അങ്ങനെ പറഞ്ഞു കൊടുക്കണം. ഇങ്ങനെ അറിവില്ലാത്ത ആളുകൾ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ അതിന്റെ പുറകെ കൂടാതെ ഒഴിവാക്കി വിടാൻ പറ്റുന്നതായ ഒരു മനസ്സ് നിനക്കുണ്ടോ മോനെ? എങ്കിൽ നിനക്ക് വില വെക്കേണ്ട ആളായിരിക്കും നീ. മൂന്നാമത്തത് നബി തങ്ങൾ പറയാണ്, ജനങ്ങൾക്കിടയിൽ നീ ജീവിക്കുമ്പോ നല്ല സ്വഭാവത്തോടുകൂടെ നീ ജീവിക്കുക. നല്ല സ്വഭാവത്തോടുകൂടെ നീ ജീവിക്കുക. അറിവില്ലാത്ത ആളുകൾ എന്തെങ്കിലും പറഞ്ഞാൽ അതിനെ അവഗണിക്കുക. തിന്മകൾ ചെയ്യുന്നതിന് തടസ്സമാകുന്ന ഒരു ഭക്തി നിനക്കുണ്ടാവുക. ഈ 3 നിനക്കുണ്ടോ? നീ വളരെ പെർഫെക്റ്റ് ആണ്. ഇതിൽ ഏതെങ്കിലും ഒന്ന് നിനക്കുണ്ടോ? എന്നാലും നിനക്ക് കുഴപ്പമില്ല. ഇത് ഒന്നും നിനക്കില്ലേ? എന്നാൽ നിന്നെ മൈൻഡ് ചെയ്യാതെ വിടേണ്ട ആളാണ്. നിന്റെ കാട്ടിക്കൂട്ടലുകൾക്കൊന്നും ഒരു പ്രസക്തിയുമില്ലാത്ത ആളാണെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഇവിടെയും പറഞ്ഞ ഒരു പോയിന്റ് എന്താണ്? സൽ സ്വഭാവം, നല്ല രീതിയിൽ ആളുകളോട് പെരുമാറുക, നല്ല സ്വഭാവം ഒരാളിൽ ഉണ്ടാക്കിയെടുക്കുക എന്നതിനെ കുറിച്ച് തന്നെയാണ്. ഇനി വേറൊരു ഹദീസ്, അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞങ്ങൾ ഒരു യാത്രയിലായിരിക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളോട് പറഞ്ഞു, ഞങ്ങൾ ഒരു യാത്ര പോവുകയാണ് ഒരു വഴിയിലൂടെ, കൂട്ടത്തിൽ നബി തങ്ങളും ഞങ്ങളുടെ കൂടെയുണ്ട്. ആ സമയത്ത് നബി തങ്ങൾ പറഞ്ഞു, ഇന്ന ഹുസ്നൽ ഖുലുഖി ലയുദീബുൽ ഖഫീഅ, തീർച്ചയായും നല്ല സ്വഭാവം അത് തിന്മകളെ അത് അലിയിച്ചു കളയും. ഏതുപോലെ? കമാ തുദീബു ശംസു മഞ്ഞുപാളികൾ, ഐസ് കട്ടകൾ, അതിലേക്ക് സൂര്യന്റെ താപമേറ്റാൽ ആ ഐസ് പാളികളും മഞ്ഞുകളും ഒക്കെ ഉരുകി ഇല്ലാതെയാകുന്നത് പോലെ നല്ല സ്വഭാവം ഒരു മനുഷ്യനിലുണ്ടെങ്കിൽ അവന്റെ ചീത്തയെ ഈ നല്ല സ്വഭാവങ്ങളെല്ലാം ഉരുക്കിക്കളയും എന്ന് ആ യാത്രയിൽ ഞങ്ങളോട് നബി തങ്ങൾ പറഞ്ഞു എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുദ്ധരിച്ചുകൊണ്ട് അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുകയാണ്. മിൻ സആദത്തിൽ മർഇ, ഒരു മനുഷ്യന്റെ വിജയത്തിൽപ്പെട്ടതാണ്, സൗഭാഗ്യത്തിൽപ്പെട്ടതാണ് ഹുസ്നുൽ ഖുലുഖി, സൽ സ്വഭാവം എന്ന് പറയുന്നത്. ഓരോ ആളുകൾക്കും പറയും നമ്മൾ സൗഭാഗ്യം, അവന് വലിയ അനുഗ്രഹമുണ്ട്, അവന് വലിയ സുഖാണ് എന്നൊക്കെ നമ്മൾ പറയും. ഇല്ല, സൗഖ്യം, സൗഭാഗ്യം എന്നൊക്കെ പറയുന്നത് വിജയിച്ചു എന്നതിന്റെ ഒരു ലക്ഷണമായി നബി തങ്ങൾ പറയുന്നത് അവന് സൽ സ്വഭാവമുണ്ടോ അതാണ് അതിന്റെ മാനദണ്ഡമെന്നാണ്. ഒരിക്കൽ അനസ് റളിയല്ലാഹു അൻഹുവിനോട് അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യാം, ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങളോട് ചോദിക്കുകയാണ്, നബിയെ, ഒരു സ്ത്രീക്ക് 2 ഭർത്താവുണ്ട്. അപ്പൊ 2 ഭർത്താവ് എങ്ങനെ? ആദ്യം ഒരു സ്ത്രീയെ ഒരാൾ കല്യാണം കഴിച്ചു, ആ ഭർത്താവ് മരിച്ചുപോയി, പിന്നീട് ആ സ്ത്രീയെ വേറെ ഒരാളും കല്യാണം കഴിച്ചു നബിയെ. അങ്ങനെ ഇവര് 3 പേരും മരിച്ച് സ്വർഗത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ
വയദ്ഖുലൂനൽ ജന്ന, അവരെല്ലാവരും സ്വർഗ്ഗത്തിലും കടന്നു. എന്നാൽ ലി അയ്യിഹിമാ ഹിയ തകൂനു, ഈ സ്ത്രീയുടെ ഭർത്താവ് സ്വർഗ്ഗത്തിൽ ആരായിരിക്കും നബിയേ എന്ന് ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ ഒരിക്കൽ നബി തങ്ങളോട് ചോദിച്ചു. അപ്പോ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ അവരോട് മറുപടി പറയുകയാണ്, ഉമ്മു ഹബീബ ഖാല ലി അഹ്സനിഹിമാ ഖുലുഖൻ കാന ഇൻദഹാ ഫിദ്ദുനിയാ, ദുനിയാവിൽ ജീവിക്കുമ്പോ ആ സഹോദരിയോട് ഏറ്റവും നല്ല സ്വഭാവത്തോടെ പെരുമാറിയിരുന്ന ഭർത്താവ് ആരാണോ ആ ഭർത്താവിന്റെ ഭാര്യയായിരിക്കും അന്ത്യദിനത്തിൽ സ്വർഗ്ഗത്തിൽ അവരെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സൽ സ്വഭാവം എന്ന് പറയുന്നത് ദുനിയാവിൽ മാത്രമല്ല പരലോകത്തും അവർക്ക് നന്മകളെ കൊണ്ടുവരുന്നതാണ് എന്ന് ഈ ഹദീസ് ഉദ്ധരിക്കുകയാണ്. മാത്രമല്ല വേറൊരു സംഭവം പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇന്നൽ മുസ്ലിമുൽ മുസദ്ദദ്, തീർച്ചയായും പക്വതയുള്ള ഒരു വിശ്വാസി എന്ന് പറയുന്നത് ലയുദ്രികു ദറജത സ്വാഇമിൽ ഖായിമി ബിഹുസ്നി ഖുലുഖിഹി വകറമി മർതബതിഹി. സൽ സ്വഭാവം എന്ന ഒരു രീതി, ഒരു സ്വഭാവം ഒരു മനുഷ്യനിൽ ഉണ്ടെങ്കിൽ ഒരുപാട് കാലം നിന്ന് നിസ്കരിക്കുന്നവനേക്കാൾ അല്ലെങ്കിൽ ഒരുപാട് നന്മകൾ ഭൂമിയിൽ ചെയ്തവനേക്കാൾ പരലോകത്ത് സ്ഥാനം ലഭിക്കുന്ന ഒരു മനുഷ്യനാണ് സൽ സ്വഭാവമുള്ള ആൾ എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് ഹദീസുകൾ. സൽസ്വഭാവം അത്രയും മഹത്വകരമായ ഒരു കാര്യമായിട്ടാണ് നബി തങ്ങൾ പഠിപ്പിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഇതിന്റെ ഹദീസുകളൊക്കെ പറഞ്ഞ ശേഷം എങ്ങനെയാണ് ഈ സൽസ്വഭാവം ഒരാളിൽ ഉണ്ടാക്കിയെടുക്കുക അത് നമുക്ക് പറയാം. ആദ്യം നമ്മൾ ഇത്രത്തോളം കാര്യങ്ങൾ സൽസ്വഭാവത്തെ കുറിച്ച് പറയുമ്പോൾ അത് ഇത്രയും വലിയ ഒരു അമലാണ് ആദ്യം മനസ്സിലാക്കണം. അത് മനസ്സിലാക്കുമ്പോഴാണ് ആ സൽസ്വഭാവം ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്ന് പറയുമ്പോൾ അത് ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റ് നമുക്കുണ്ടാവുകയുള്ളൂ. അതുകൊണ്ടാണ് ഇത്രയും ഹദീസുകൾ, ഇനിയും ഒരുപാട് ഹദീസുകൾ ഇതിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നതായി കൊണ്ട് കാണാം. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു പരുക്കൻ സ്വഭാവക്കാരനായിരുന്നു. പരുക്കൻ എന്ന് വെച്ചാൽ കാണുന്നവരോടൊക്കെ ഇങ്ങനെ മിണ്ടിയും പറഞ്ഞു നടക്കൂല, ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ മിണ്ടുള്ളൂ. അത് മോശം സ്വഭാവമായിട്ട് നബി തങ്ങൾ എണ്ണിയിട്ടില്ല കേട്ടോ. പരുക്കൻ സ്വഭാവം മോശം സ്വഭാവമായിട്ട് നബി തങ്ങൾ എണ്ണിയിട്ടില്ല. ഇത് ഞാൻ പറയാൻ കാരണം, ഒരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിലേക്ക് വരാൻ അനുവാദം ചോദിച്ചു. ഈ ഹദീസിനെ നമ്മൾ നോക്കണം. ഇസ്തഅദന അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളോട് അനുവാദം തേടിയെന്നാണ്. അപ്പൊ നബി തങ്ങൾ ഒരു റൂമിൽ ഇരിക്കുമ്പോൾ പുറത്തുനിന്ന് നമ്മൾ വരുമ്പോൾ ഒന്നായിട്ട് അങ്ങോട്ട് കയറി പോകാൻ പാടില്ല. അത് അദബുകേടാണ്. അത് നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ മോനും ഭാര്യയും റൂമിൽ തനിച്ചായിരിക്കുന്ന സമയത്ത് വാതിൽ ചെറുതായിട്ടൊന്ന് ചാരിയിട്ടുണ്ടെങ്കിൽ അത് ഒറ്റയടിക്ക് തള്ളി തുറന്ന് അങ്ങോട്ടൊക്കെ പോകാൻ പാടില്ല. ഉമ്മയും വാപ്പയും റൂമിലാണെങ്കിലും നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. ഒരു സൂചന പുറത്തു നിന്ന് കൊടുത്തിട്ടേ അങ്ങോട്ട് പ്രവേശിക്കാൻ പറ്റുള്ളൂ. ഈ രീതി ഉമർ റളിയല്ലാഹു അൻഹു ചെയ്തു. ആ സമയത്ത് ഖുറൈശികളിൽപ്പെട്ട കുറച്ച് സഹോദരിമാർ നബി തങ്ങളുടെ ചുറ്റുമിരുന്ന് നബി തങ്ങളോട് സംസാരിച്ചിരിക്കുകയായിരുന്നു. ആ സമയത്താണ് ഉമർ റളിയല്ലാഹു അൻഹു അങ്ങോട്ട് വന്നത്. അവർ നബി തങ്ങളുടെ ശബ്ദത്തെക്കാൾ കുറച്ച് കൂടുതൽ ശബ്ദമുയർത്തിക്കൊണ്ടായിരുന്നു സംസാരിച്ചിരുന്നത്. സ്ത്രീകളാണല്ലോ, നബിതങ്ങൾ അത്ര മൈൻഡ് ചെയ്യൂല. ഇവരിങ്ങനെ ഉച്ചത്തിൽ നബിതങ്ങളെ ചുറ്റും ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പൊ നബിതങ്ങളോട് ഉമർ റളിയല്ലാഹു അൻഹു പുറത്തുനിന്ന് പറഞ്ഞു, നബിയെ ഞാൻ അങ്ങോട്ട് കയറട്ടെ എന്ന് ചോദിച്ചു. ഉമർ റളിയല്ലാഹു അൻഹുവിനോട് അനുമതി കൊടുത്തു നബിതങ്ങൾ. ഉമർ റളിയല്ലാഹു അൻഹു വന്നതോടുകൂടെ ഈ ചുറ്റുമുണ്ടായിരുന്ന നബിതങ്ങളുടെ ചുറ്റുമുണ്ടായിരുന്ന ഈ സ്ത്രീകളെല്ലാം അവിടെ എഴുന്നേറ്റുകൊണ്ട് ഓടി. ഫദഖല ഉമർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യളഹഖു. ഇത് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിരിച്ചു. നബി തങ്ങൾ ചിരിച്ചു. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അല്ല നബിയെ എന്തിനാണ് അങ്ങ് ചിരിച്ചത്? നബി തങ്ങൾ പറഞ്ഞു, ഉമറെ ആ സ്ത്രീകളൊക്കെ എന്റെ ചുറ്റും ഉണ്ടായിരുന്നു, നിന്നെ കണ്ടപ്പോ അവരൊക്കെ ഓടിപ്പോയി എന്ന് പറഞ്ഞു. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ അങ്ങയെ പേടിക്കുന്നതിനേക്കാൾ എന്നെയോ ആണോ അവർ പേടിക്കുന്നത്?
എന്ന് ചോദിച്ചു നബിയോട്. അപ്പൊ നബി തങ്ങൾ ആ സ്ത്രീകളോട് ചോദിക്കുകയാണ്, അല്ല നിങ്ങൾ എന്നെയാണോ ഉമറിനെയാണോ പേടിക്കണമെന്ന് ചോദിച്ചപ്പോ ഉമർ റളിയല്ലാഹു അൻഹുവിനെയാണ് ഞങ്ങൾ പേടിക്കുന്നത് എന്ന് ആ സഹോദരിമാർ പറഞ്ഞു. അപ്പൊ നബി തങ്ങൾ വീണ്ടും ചിരിച്ചുകൊണ്ട് പറയുകയാണ്, ഉമറേ, അത് നിനക്കുള്ള ഒരു പവറാണ്. നീ അവരെ വെറുത്തത് കൊണ്ടല്ല, നിന്റെ ഈമാനികമായിട്ടുള്ള ചില പവർ കൊണ്ട് മറ്റുള്ള ആളുകൾക്ക് ഭയം തോന്നും. എന്നിട്ട് നബി തങ്ങൾ അവിടെ പറയുന്ന ഒരു വാക്യമുണ്ട്, ഉമറേ, നീ എങ്ങാനും ഒരു വഴിയിൽ പ്രവേശിച്ചാൽ മാ ലഖിയക ശൈത്വാനു ഖത്തുൻ സാലികൻ ഫജ്ജൻ ഇല്ലാ സലക ഫജ്ജൻ ഗൈറ ഫജ്ജലക, നീ കിടന്ന ആ വഴിയിൽ നിന്ന് മറ്റൊരു വഴിയിലേക്ക് പിശാച് മാറിപ്പോകും എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ പിശാചിന്റെ ഉമർ റളിയല്ലാഹു അൻഹു ഇവിടുന്ന് ഒരു വഴിയിലൂടെ കയറി, അതിന്റെ ആ തലക്കന്നൊരു പിശാച് ഇങ്ങോട്ട് നടന്നു വരുന്നുണ്ടെങ്കിൽ ഉമർ റളിയല്ലാഹു അൻഹു ഇവിടെ കയറി എന്ന് പറഞ്ഞാൽ പിശാച് അപ്പൊ റൂട്ട് മാറിപ്പോകും. അത്രക്കും പേടിയായിരുന്നു ആരെ? ഉമർ റളിയല്ലാഹു അൻഹുവിനെ. അപ്പൊ ആ രീതിക്കുള്ള ഒരു ഈമാനികമായ ഹൈബത്തും വഖാറും ഒക്കെ ഉള്ള ഒരു മുഖമായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ശൈലി. ഇത് സൽസ്വഭാവത്തിനെതിരല്ല, ഇത് സൽസ്വഭാവത്തിന് വികാരം സൃഷ്ടിക്കുന്നതല്ല. അത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ക്രെഡിറ്റ് ആയിക്കൊണ്ട് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ പഠിപ്പിക്കുകയാണ്. എന്നിരുന്നാലും നബിതങ്ങളുമായി ആ സഹോദരിമാർ എല്ലാ കാര്യവും ചോദിക്കുകയും പറയുകയും ചെയ്യുന്ന ആ ഒരു സ്വാതന്ത്ര്യത്തോടുകൂടെ ചോദിക്കാൻ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് അവർ ഭയപ്പെട്ടിരുന്നു. അതിനവർ പറഞ്ഞ കാരണം ഉമർ റളിയല്ലാഹു അൻഹു പരുക്കൻ സ്വഭാവക്കാരനായിരുന്നു എന്നതാണ്. അത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ന്യൂനതയല്ല, അതിനാണ് ഞാൻ ആ സംഭവം പറഞ്ഞത്. എന്നിരുന്നാലും നബിതങ്ങളുടെ സ്വഭാവ ഗുണം, നബിതങ്ങളുടെ ആ ഒരു മഹത്വം, സൽസ്വഭാവത്തിന്റെ ആ ഒരു ഗുണം അത് ഒരാൾക്കും ലഭിക്കുകയില്ല. ഞാൻ അവസാനിപ്പിക്കുകയാണ്. കുറച്ചു മുമ്പ് നമ്മൾ പറഞ്ഞല്ലോ, ബഹുമാനപ്പെട്ട ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം സൂറത്തുൽ ലുഖ്മാനിലൂടെ മഹാന്റെ ഒരുപാട് ചരിത്രങ്ങൾ കാണാം. ഈ കിതാബിൽ തന്റെ മോനോട് നൽകുന്ന ഒരു ഉപദേശം, മോൻ പിതാവിനോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ മഹാനവറുകൾ പറയുന്നുണ്ട്. ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹുവിനോട് ഒരിക്കൽ മോൻ ചോദിക്കുകയാണ്, എന്റെ പ്രിയപ്പെട്ട പിതാവേ, ഞാൻ അങ്ങയോട് കുറച്ച് കാര്യങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നു. ഒരു മനുഷ്യനിൽ ഏറ്റവും ഉത്കൃഷ്ടമായ ഒരു കാര്യം ഏതാണ് നബി? എന്താണ് പിതാവേ? ഒരു മനുഷ്യനിൽ ഉണ്ടാവേണ്ട ഉത്കൃഷ്ടമായ ഒരു കാര്യം ഏതാണ്? പിതാവ് പറഞ്ഞു, അത് മതനിഷ്ഠയാണ്. മുമ്പ് നമ്മൾ പഠിച്ച നബി തങ്ങളുടെ ഹദീസിന്റെ വചനം തന്നെയാണ് ഇത്. മതനിഷ്ഠ ഒരാളിലുണ്ടെങ്കിൽ അവൻ ഉത്കൃഷ്ടനാവും ഉറപ്പാ. വിനയം അവനിലുണ്ടാകും, ലജ്ജ അവനിലുണ്ടാകും, സംസ്കാരം അവനിലുണ്ടാകും, നല്ല സ്വഭാവം അവനിലുണ്ടാകും. മതനിഷ്ഠ ഉള്ള ഒരാളാണെങ്കിൽ, അതല്ല എങ്കിൽ വെറും കാട്ടിക്കൂട്ടലുകൾ തന്നെ അതിനെ കുറിച്ച് പറയാവുള്ളൂ. മതനിഷ്ഠ എന്ന് പിതാവ് മറുപടി പറഞ്ഞു ലുഖ്മാൻ റളിയല്ലാഹു അൻഹു. പുത്രൻ വീണ്ടും ചോദിക്കുകയാണ്, ഇനി രണ്ട് കാര്യം, ഉത്കൃഷ്ടമായ രണ്ട് കാര്യം ഒരാളിൽ ഉണ്ടാവുകയാണെങ്കിലോ പിതാവേ? ആ സമയത്ത് ലുഖ്മാൻ തങ്ങൾ പറയാണ്, മോനെ, രണ്ട് കാര്യങ്ങൾ ഒരാളിൽ ഉണ്ടെങ്കിൽ അത് മതവും സമ്പത്തുമാണ്. മതനിഷ്ഠ ഒരാൾക്കുണ്ട്, അതോടൊപ്പം അല്ലാഹു ഒരാൾക്ക് സമ്പത്ത് കൊടുത്തു. ആ സമ്പത്തിൽ നിന്ന് അയാൾ നല്ല രീതിയിൽ ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നു. ഇത് ഒരു മനുഷ്യന് അല്ലാഹു നൽകുന്ന ഏറ്റവും ഉത്കൃഷ്ടമായ ഒരു അവസ്ഥയാണ്. മകൻ വീണ്ടും ചോദിക്കുന്നു, മൂന്നാമതും ഉത്കൃഷ്ടമായ ഒരു കാര്യം ഒരാളിൽ ഉണ്ടെങ്കിലോ പിതാവേ? ലുഖ്മാനുൽ ഹക്കീം തങ്ങൾ പറയുന്നു, അത് ലജ്ജയാണ്. അപ്പൊ ഒന്നാമത്തത് മതം, മതനിഷ്ഠ, രണ്ടാമത്തത് സമ്പത്ത്, മൂന്നാമത്തത് ലജ്ജ, നാണം, തിന്മ ചെയ്യുമ്പോഴുള്ള ഒരു ലജ്ജ. ഇതൊരു മോശമല്ലേ, എനിക്ക് യോജിച്ചതല്ലല്ലോ എന്നുള്ള ഒരു നാണം, ഇതാണ് മൂന്നാമത്തത്. മകൻ വീണ്ടും ചോദിക്കുന്നു, പിതാവേ, ഇനി 4 കാര്യം ഒരു മനുഷ്യനിൽ ഉത്കൃഷ്ടമായതുണ്ടെങ്കിൽ ആ നാലാമത്തത് ഏതായിരിക്കും? പിതാവിനോട് ചോദിക്കുമ്പോ ലുഖ്മാനുൽ ഹക്കീം തങ്ങൾ പറയുകയാണ്, മോനെ, അത് ഹുസ്നുൽ ഖുലുഖി, അത് സൽസ്വഭാവമാണ്. മകൻ വീണ്ടും ചോദിച്ചു, പിതാവേ, അഞ്ചാമത്തെ ഉത്കൃഷ്ട ഒരു സ്വഭാവം ഒരു മനുഷ്യൻ ഉണ്ടാവേണ്ടതെന്താ? മഹാൻ പറയുന്നു, അതൊരു ഉദാരശീലനാണ്. ലുപ്തതയില്ലാത്ത, പിശുക്കില്ലാത്ത, സൗമ്യമായിട്ടുള്ള, ശാന്തമായിട്ടുള്ള, വിട്ടുവീഴ്ച മനോഭാവമായിട്ടുള്ള ആ ഒരു സ്വഭാവമാണ്. വീണ്ടും
പിതാവിനോട് മോൻ ചോദിക്കുന്നു ആറാമത്തത്. ആ സമയത്ത് ലുഖ്മാനുൽ ഹക്കീം തങ്ങൾ പറയുകയാണ്, മോനെ, ഈ 5 കാര്യങ്ങൾ ഒരാളിൽ ഉണ്ടായാൽ അയാൾ സംശുദ്ധനും ഭക്തനും അല്ലാഹുവിന്റെ വലിയുമായിരിക്കും. ബഹുമാനപ്പെട്ട ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു പറയുന്നു. ഏതൊക്കെയാണ് ഇപ്പൊ 5 കാര്യം? ഒന്ന്, മതനിഷ്ഠ, അള്ളാഹ് നൽകിയ സമ്പത്തിൽ നിന്ന് ചെലവഴിക്കാനുള്ള മനസ്സ്. മൂന്നാമത്തത് ലജ്ജ. നാലാമത്തത് സൽസ്വഭാവം. അഞ്ചാമത്തത് ഉദാരശീലം അഥവാ ദാനം ചെയ്യാനുള്ള ഒരു മനസ്സ്, ആളുകളോട് വിട്ടുവീഴ്ച മനോഭാവമുള്ളതായ ഒരു മനസ്സ്. ഇത് 5ഉം ഒരാളിൽ ഉണ്ട് എങ്കിൽ അവൻ തന്നെയാണ് അല്ലാഹുവിന്റെ വലിയ ഭക്തൻ എന്ന് തന്റെ മോനോട് ഈ പിതാവ് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുകയാണ്. ഇതിലും ഒന്ന് പറഞ്ഞത്, ഇതിലും നാലാമത് പറഞ്ഞത് ഹുസ്നുൽ ഖുലുഖി, സൽസ്വഭാവത്തെ കുറിച്ചാകുന്നു എന്നതാണ് ഈ സംഭവം ഇവിടെ ഉദ്ധരിക്കാൻ കാരണം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സൽസ്വഭാവം. നബി തങ്ങൾ ഒരുപാട് ഹദീസുകളിലൂടെ അതിന്റെ മഹത്വങ്ങൾ നമുക്ക് വിളിച്ചോതി തരികയാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സ്വഭാവം നമ്മൾ നന്നാക്കിയെടുക്കാനും നല്ല രീതിയിലുള്ള സ്വഭാവം നമ്മുടെ കുടുംബങ്ങളിൽ പകർത്തി കൊടുക്കാനും നമ്മുടെ മക്കൾക്ക് അത് പകർന്നു കൊടുക്കാനും നമ്മളെല്ലാവരും ശ്രമിക്കണം. അല്ലാഹു തആല അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ബാക്കി ഭാഗം നമുക്ക് അടുത്ത ആഴ്ച പറയാം. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് ഇന്ന് നമ്മുടെ ഈ ക്ലാസ്സിലേക്ക് ഒരു സഹോദരൻ നമുക്ക് പലഹാരങ്ങൾ ചീരണി കൊണ്ടുവന്നിട്ടുണ്ട്. മരണപ്പെട്ടുപോയ അദ്ദേഹത്തിന്റെ ഉമ്മ, ബന്ധുമിത്രാദികളിൽ നിന്നൊക്കെ അവർക്കൊക്കെ വേണ്ടിയുള്ള ദുആ ചെയ്യുന്നതിനൊക്കെ വേണ്ടിയാണ്. അല്ലാഹു തആല അതൊക്കെ കബൂലാക്കുമാറാവട്ടെ. അടുത്ത ആഴ്ചയും ഒരു സഹോദരൻ അതിലേക്ക് നൽകാമെന്ന് ഏറ്റിട്ടുണ്ട്. അത് കഴിഞ്ഞുള്ള ആഴ്ചകളിലേക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാനുമായി ബന്ധപ്പെടണം. ഇൻഷാ അല്ലാഹ് അവർക്കൊക്കെ വേണ്ടി, കഴിഞ്ഞ കാലങ്ങളിൽ തന്നവർക്കൊക്കെ വേണ്ടിയും തരാൻ ഉദ്ദേശിക്കുന്നവർക്ക് വേണ്ടിയൊക്കെ നമ്മൾ ദുആ ചെയ്യും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وروي أن آمنة رأت حين وضعته صلى الله عليه وسلم نورا الله له قصور بصرى من أرض الشام. وروي أن آمنة قالت لما وضعته مضت عيني لأنظر ولدي فلما له ثم وجدته في المخدع وهو مكحول مدهون مختون ملفوف بثوب من الصوف الأبيض ألين من الحرير يفوح الطيب من جنابه فجعلت أنظر إليه وإذا منادي ينادي أخفوه ونعين الناس. قالت فما كان غيبته وحضوره إلا كلمح البصر ولما كنت متحيرة من ذلك إذا ب3 نفر قد دخلوا علي كأن وجوههم أقمار وفي يد أحدهم إبريق من الفضة ومع الآخر طشت من الزبرجد الأخضر وفي يد الثالث حريرة بيضاء مطوية فنشرها فإذا هي خاتم يحير أعين الناظرين من شدة نوره. حمل بني ونابله لصاحب التشت وأنا أنظر إليه فغسله من ذلك الماء الذي في الإبريق 7 مرات ثم قال لصاحبه اختم بين كتفيه بخاتم النبوة فهو خاتم النبيين وسيد أهل السماوات والأرض أجمعين. وقيل لما ولد صلى الله عليه وسلم حمدت تلك الليلة نار فارس بعد الضرام ولم تكن حمدت قبل ذلك ب1000 أيام. وارتج إيوان كسرى وسقطت منه 14 شرفا وغالت بحيرة ساوى وأصبحت أسنام الدنيا كلها منقوسة ورميت الشياطين من السماء بشهب الثواقب وانبلج سبع الحق وبطل ما كان يعمله كل كاذب. وروي عن يحيى بن عروة أن نفرا من قريش كانوا عند صنم من صنامهم قد اتخذوا ذلك اليوم عيدا من أيامهم ينحرون فيه الجزور ويأكلون ويشربون وقد عكفوا عليه يخوضون ويلعبون فدخلوا عليه فوجدوه مكبوبا على وجهه فانقروا عند ذلك عليه وردوه إلى حاله فانقلب انقلاب صاغر ففعلوا ذلك 3 وهو لا يستقيم. فلما رأوا ذلك أبدوا حزنا وتألما وأصبح الليذ الذي كانوا فيه مأتما. فقال عثمان بن الحويرث ما له قد أكثر التنكس إن هذا لأمر حدث وانشد وقلبه يسلى بالنار. صلى الله على سيدنا محمد صلى الله عليه وسلم صلى الله على سيدنا محمد
عليه وسلم صلى الله على سيدنا محمد صلى الله عليه وسلم يا صنم العيد الذي صف حوله صناديد من وفد بعيد ومن قرب صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية تنكست مطلوبا فما ذاك كلنا فمن حزننا قد دارت العير بالسحب صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية فإن كنت من ذنب نتينا فإننا نبوء بإقرار ونلوي عن الذنب صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية وإن كنت مظلوما ونكست صاغرا فما أنت في الأوثان بالسيد الرب صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية تردى لي مولود الله بنوره جميع فجاج الله خوفا من الرعب صلاة وتسليم وأزكى تحيتي خير البرية ونار جميع الفرس قد خمدت له وقد بات شاه الفرس في أعلام الكرب صلاة وتسليم هدي الله على المصطفى المختار خير البرية فيا لا قوسين نرجع الله لعنيكم وهم إلى الإسلام والمنزل الرحب صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദാ അല്ലാഹുമ്മ സ്വല്ലി അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ് അർഹമുർ റഹീമീനായ അൽ മൽക്കുൽ ജബ്ബാറായ അല്ലാഹുവേ സൽസ്വഭാവത്തെക്കുറിച്ചുള്ള നിന്റെ ഹബീബിന്റെ വചനങ്ങളാണ് ഞങ്ങൾ ഇതുവരെ പറഞ്ഞത് കേട്ടത്. നീ ഖബൂലാക്കണേ റഹ്മാനേ. പറയാനും കേൾക്കാനും ഒക്കെ വളരെ എളുപ്പമാണ്. ആ ഒരു ഉന്നതമായ സ്വഭാവം ഞങ്ങൾക്കെല്ലാവർക്കും നീ നൽകണേ റഹ്മാനേ. അല്ലാഹുവേ, ഞങ്ങളിലുള്ള ചീത്ത സ്വഭാവങ്ങൾ മാറ്റി നല്ല സ്വഭാവത്തിന്റെ ഉടമകളാക്കി ഞങ്ങളെല്ലാവരെയും നീ മാറ്റിയെടുക്കണേ റഹ്മാനേ. പടച്ചവനെ, ഈ പറയുന്നതും കേൾക്കുന്നതും ഒക്കെ ഞങ്ങൾ ആഖിറത്തിൽ ഞങ്ങൾക്ക് ഉപകാരമുള്ള ഒരു സൽക്കർമ്മമാക്കണേ റഹ്മാനേ. അല്ലാഹുവേ, മഴയാണ്, പ്രയാസമാണ്, ചെളിവെള്ളത്തിലൂടെയും അല്ലാതെയും ഒക്കെ നടന്ന് പ്രയാസപ്പെട്ട ഈ ക്ലാസ്സിലേക്ക് വന്ന ഉമ്മമാര്, ഉപ്പമാര്, കൊച്ചുകുട്ടികൾ, അല്ലാഹുവേ, അവർക്കൊക്കെ അർഹമായ പ്രതിഫലം നീ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനേ. അല്ലാഹുവേ, നിന്റെ ഹബീബ് പഠിച്ച ഹദീസിന്റെ വചനങ്ങളാ ഞങ്ങൾ കേട്ടത്. അതിൻ്റെതായ മഹത്വം ഞങ്ങളുടെ ജീവിതത്തിൽ നീ നൽകണേ റഹ്മാനേ. ഈ പറഞ്ഞതനുസരിച്ചു കൊണ്ടുള്ള സ്വഭാവ സംസ്കരണം ഞങ്ങളുടെ സ്വഭാവങ്ങളിൽ നീ മാറ്റിയെടുക്കണേ റഹ്മാനേ. അല്ലാഹുവേ, നിന്റെ ഹബീബ് പോലും നിന്നോട് സൽസ്വഭാവികളാക്കാൻ ദുആ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലാഹുവേ, ഞങ്ങളുടെ സ്വഭാവവും നീ നന്നാക്കി തരണേ റഹ്മാനേ. ഞങ്ങളെ നീ സൽസ്വഭാവികളാക്കി തരണേ റഹ്മാനേ. അല്ലാഹുവേ, ഞങ്ങളുടെ ബാഹ്യ ശരീരം നീ നന്നാക്കിയതുപോലെ ഞങ്ങളുടെ ഖൽബ് നീ തത്വഹീർ ചെയ്യണേ റഹ്മാനേ. ഒരാളോടും പകയും വെറുപ്പും വിദ്വേഷവും അസൂയയും ഇല്ലാത്ത നല്ല മനസ്സിന്റെ ഉടമകളാക്കണേ റഹ്മാനേ. അല്ലാഹുവേ, ഞങ്ങളെയൊക്കെ ആഖിറം നീ വിജയിപ്പിക്കണേ റഹ്മാനേ. ആഖിറം വിജയിക്കാൻ ഉതകുന്ന സ്വാലിഹായ അഅ്മാലുകളുമായി ഞങ്ങളെ നീ അടുപ്പിക്കണേ റഹ്മാനേ. പടച്ചവനെ, ഞങ്ങളോട് ഒരുപാട് പേര് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് രോഗത്തിലായി കിടപ്പുള്ളവർ, വീടുകളിലും ഹോസ്പിറ്റലുകളിലും കഴിയുന്നവരുണ്ട്. അല്ലാഹുവേ, അവരുടെയൊക്കെ രോഗങ്ങളെ നീ ശിഫയാക്കണേ റഹ്മാനേ. അല്ലാഹുവേ, രോഗികളുടെ രോഗങ്ങളെ നീ ശിഫയാക്കണേ റഹ്മാനേ. ഇബാദത്തുകൾക്ക്, ജോലികൾക്ക് തടസ്സമാകുന്ന രോഗങ്ങളെ നൽകി ഞങ്ങളെ ആരെയും നീ പരീക്ഷിക്കരുതേ റഹ്മാനേ. അല്ലാഹുവേ, ശരീരം കീറിമുറിക്കേണ്ട രോഗങ്ങളെ ഞങ്ങൾക്ക് നീ തരല്ലേ റഹ്മാനേ. ഞങ്ങളുടെ ഔറത്തിന്റെ ഭാഗം മറ്റൊരാൾക്ക് തുറന്നു കാണിച്ചു കൊടുക്കേണ്ട രോഗങ്ങളെ ഞങ്ങൾക്ക് നീ തരല്ലേ റഹ്മാനേ. പടച്ചവനെ, ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയാത്ത വേദനകളെ ഞങ്ങൾക്ക് നീ നൽകല്ലേ റഹ്മാനേ. മാനസികമായ, ശാരീരികമായ വേദനകളെ നൽകി ഞങ്ങളെ നീ പരീക്ഷിക്കല്ലേ റഹ്മാനേ. അല്ലാഹുവേ, നിന്റെ പരീക്ഷണങ്ങളിലൊക്കെ സ്വബ്ർ ചെയ്യാനുള്ള ഒരു ഖൽബ് നൽകണേ റഹ്മാനേ. അല്ലാഹുവേ, ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ റഹ്മാനേ. പടച്ചവനെ, ഞങ്ങളെ കൊണ്ടുള്ള സുഖവും സന്തോഷവും കാണാൻ കഴിയാതെ മരിച്ചുപോയ ഞങ്ങളുടെ വല്ലിപ്പ, വല്ലുമ്മ, ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മ, ഞങ്ങൾക്ക് ഭക്ഷണം തന്നിരുന്നവർ, ഞങ്ങൾ ഒരുപാട് സ്നേഹിച്ചിരുന്നവർ, അല്ലാഹുവേ, ഞാൻ പഠിക്കുന്ന സമയത്ത് എന്നെ ഒരുപാട് സ്നേഹിച്ചിരുന്ന ഒരു അലവു ഹാജി കഴിഞ്ഞ ദിവസത്തിൽ മരണപ്പെട്ടു പോയി. അതിനു മുമ്പ് ഒരു ഇണ്ണിയാക്ക മരണപ്പെട്ടു പോയി. ഒരുപാട് ഉമ്മമാരുപ്പമാര് ഈ നാട്ടിലും ഈ ക്ലാസ്സിലുമൊക്കെ മുടങ്ങാതെ പങ്കെടുത്തിരുന്ന ഒരുപാട് ഉമ്മമാരുപ്പമാർ, ഈ പള്ളിക്ക് ചുറ്റും മറവട്ട് കിടക്കുന്ന ഉമ്മമാരുപ്പമാർ, പല പള്ളിക്കാടുകളിൽ മറവട്ട് കിടക്കുന്ന ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ, അല്ലാഹുവേ, അവരുടെയൊക്കെ ബർസഖിയായ ലോകം നീ ഖൈറിലാക്കി കൊടുക്കണേ റഹ്മാനേ. നീ അവർക്ക് നീ റഹ്മത്ത് ചൊരിയണേ റഹ്മാനേ. ഞങ്ങളുടെ ഉപ്പ ഉമ്മ അവർക്ക് നീ പുറത്തു കൊടുക്കണേ റഹ്മാനേ. പടച്ചവനെ, കുറച്ചു കാലമെങ്കിലും അവർ ഈ ദുനിയാവിലുണ്ടായെങ്കിൽ നിന്ന് ഒരുപാട് തവണ ഞങ്ങൾ ആഗ്രഹിച്ചു പോയവരാണ്. സ്വർഗീയ ലോകത്ത് ഞങ്ങളെല്ലാവരെയും നീ ഒരുമിച്ച് കൂട്ടണേ റഹ്മാനേ. അല്ലാഹുവേ, സ്വർഗത്തിൽ അവരെയും ഞങ്ങളെയും നീ ഒരുമിപ്പിക്കണേ റഹ്മാനേ. അല്ലാഹുവേ, ഇന്ന് ഈ ക്ലാസ്സിലേക്ക് ചീരണി കൊണ്ടുവന്ന സഹോദരൻ, അദ്ദേഹത്തിന്റെ ഉമ്മ, മറ്റു ബന്ധുമിത്രാദികൾ മരണപ്പെട്ടു പോയവർ, അല്ലാഹുവേ, അവർക്കൊക്കെ നീ പുറത്തു കൊടുക്കണേ റഹ്മാനേ. അവർ എല്ലാ ദിവസവും ചെയ്യുന്ന സിയാറത്തുകളും ദുആകളും ആ ഉമ്മയുടെ അർവാഹിലേക്ക് നീ എത്തിക്കണേ റഹ്മാനേ. അവരുടെ വല്ലിപ്പ, വല്ലിമ്മമാരുടെ അർവാഹുകളിലേക്ക് എത്തിക്കണേ റഹ്മാനേ. പടച്ചവനെ, ഞങ്ങളുടെ ഉമ്മ വാപ്പാമാർക്ക് വേണ്ടി ദുആ ചെയ്യാനുള്ള ഒരു മനസ്സ് ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ ആറടി മണ്ണ് കിടക്കുമ്പോ ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാനുള്ള ഒരു മനസ്സ് ഞങ്ങളെ മക്കൾക്ക് നീ നൽകണേ റഹ്മാനേ. ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന ഒരടുത്ത തലമുറയെ നീ നൽകണേ റഹ്മാനേ. അല്ലാഹുവേ, ഞങ്ങളുടെ ദുആനെ നീ ഖബൂലാക്കണം റഹ്മാനേ. നീ സ്വീകരിക്കണേ റഹ്മാനേ. അല്ലാഹുമ്മ റബ്ബനാ
آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين بفضله صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله وبركاته.